നാളെ തിങ്കളാഴ്ച 2-ാം തീയതി ഫെബ്രുവരി 2, നാളത്തെ ആഴ്ച ശബരിമലയെ സംബന്ധിച്ചും ക്രൂഷ്യലായിട്ടുള്ള അതീവ ഗൗരവമുള്ള ഒരാഴ്ചയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ കൃത്യമായി ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ലിസ്റ്റ് അനുസരിച്ച് നാളെ മുതൽ ചോദ്യം ചെയ്യൽ തുടങ്ങും. അതിൽ ഒന്നാമത്തെ ലിസ്റ്റിൽ ഏറ്റവും ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ്. പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല, പോറ്റിയെ ഏതെങ്കിലും കേസിൽ അറസ്റ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ മുരാരി ബാബു പുറത്തുണ്ട്. ഇപ്പോൾ 90 ദിവസം കഴിഞ്ഞുകൊണ്ട് പുറത്തുണ്ട്. മുരാരി ബാബുവിനെ ചോദ്യം ചെയ്യും. വേണ്ടി വന്നാൽ അറസ്റ്റ് നടക്കും. ഗോവർദ്ധൻ സുപ്രീം കോടതി പോയിട്ടുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി പോയതുകൊണ്ട് ഇനി എന്ത് കിട്ടുമെന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തെയും, അതായത് മുരാരി ബാബു, ഗോവർദ്ധൻ, പിന്നെ അങ്ങനെ തുടങ്ങി ഭണ്ഡാരി, പിന്നെ എല്ലാവരെയും, ഈ നേരത്തെ 23 സ്ഥലങ്ങളിലാണ് ഒരേ സമയം റെയ്ഡ് നടന്നത്. ആ സ്ഥാപനങ്ങളുടെ എല്ലാ ബന്ധപ്പെട്ട ആളുകളെയും, പിന്നെ അതുപോലെ തന്നെ പത്മകുമാറിനെയും, N വാസുവിനെയും, KP ശങ്കരദാസിനെയും, വിജയകുമാറിനെയും അടക്കമുള്ള ജയശ്രീയെയും അടക്കമുള്ള 13 പേരെയും ED ചോദ്യം ചെയ്യുന്നതാണ്. ഉണ്ണികൃഷ്ണന്റെ അക്കൗണ്ട് മരവിപ്പിച്ചിട്ടുണ്ട്. വേറെ പലരുടെ അക്കൗണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. അതുപോലെ തന്നെ പിന്നെ കടകംപള്ളി സുരേന്ദ്രനെ മൊഴിയെടുക്കാൻ സാധ്യതയുണ്ട്. പിന്നെ PS പ്രശാന്ത് ഇങ്ങനെ എയറിൽ നിൽക്കുകയാണ്. അത് SIT അറസ്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട്. ഇവർ ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. ED ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അടൂർ പ്രകാശ്, ആന്റോ ആന്റണി, സോണിയാഗാന്ധി തുടങ്ങിയ ശബരിമലയുമായി, പിന്നെ തന്ത്രി, വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് രാജീവ് കണ്ഠരരു. അപ്പോൾ ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട എല്ലാവരെയും, ഒരു 20ഓളം പേരെയെങ്കിലും നാളെ മുതൽ ED ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അടുത്ത ബോംബ് നാളെ, ശബരിമലയിൽ അടുത്ത ബോംബ് നാളെ പൊട്ടും. ED ആണ് അതിന്റെ പൊട്ടിക്കുന്നത്. വളരെ കൃത്യമായി പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട്. ഇതിനിടയിൽ ISROയുടെ റിപ്പോർട്ട് ഒന്നുകൂടി വരേണ്ടതുണ്ട്. ആദ്യം വന്ന റിപ്പോർട്ടിൽ കുറച്ചുകൂടി കൺഫ്യൂഷൻസ് ഉണ്ടെന്ന് ISRO ശാസ്ത്രജ്ഞന്മാർ തന്നെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ISROയുടെ പുതിയ റിപ്പോർട്ട് കൂടി വരേണ്ടതുണ്ട്. അപ്പൊ ISROയുടെ പുതിയ റിപ്പോർട്ട് വരണം. പിന്നെ അതുപോലെ തന്നെ ഈ സൂചിപ്പിച്ചതുപോലെ ഈ ED എല്ലാ ആളുകളെയും ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് പോകുന്നു. ജയറാമിന് ഒരു മാപ്പ് സാക്ഷിയാക്കിക്കൊണ്ട്, ജയറാം ഇതിനകത്ത് വലിയ തെറ്റ്, കാരണം ഇതിനകത്ത് പങ്ക് പറ്റിയിട്ടില്ല, കാരണം അവിടെ പൂജയ്ക്കൊക്കെ ഉള്ള അവസരം കൊടുത്തതല്ല, അതേ പങ്ക് പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഒരു കാര്യത്തിൽ ജയറാം കുറച്ചുകൂടി സേഫ് സോണിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോഴും ജയറാം പറഞ്ഞത് തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുണ്ട്. പലവട്ടം കണ്ടിട്ടുണ്ട്, പലവട്ടം വീടുകളിൽ പോയിട്ടുണ്ട്, പലവട്ടം ഒന്നിച്ചിരുന്നിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ട്, വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടും ഒന്നും അറിയാത്ത ഒരു പെട്ടെന്ന് പരിചയപ്പെട്ട ഒരാളിനെ പോലെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കുറിച്ച് പറഞ്ഞത്. അത് ശരിയായില്ല. അത് പറഞ്ഞതിൽ ജയറാം അവിടെ കംപ്ലീറ്റ് ഫെയിലുവറായി. അപ്പോൾ ജയറാം അവിടെയും ഇവിടെയും ഉള്ളത് കൊണ്ട്, പിന്നെ കുമ്പിടിയാണോ പോവാൻ രണ്ടിടത്തുമൊക്കെ കാണാനെന്ന് പറഞ്ഞുകൊണ്ട് ജയറാമിന്റെ മകൻ ഇന്നൊരു പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പക്ഷെ എന്തെല്ലാം പോസ്റ്റ് ഇട്ടാലും ഇദ്ദേഹം ഇതിനകത്ത് ചെന്ന് പെട്ടിട്ടുണ്ട്. അപ്പോൾ ജയറാമിനെയും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജയറാമിന്റെ വീടുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. സ്മാർട്ട് ക്രിയേഷനും, ബെല്ലാരിയിലെ ജുവലറിയും, പിന്നെ അതുപോലെ മഹാരാഷ്ട്രയിലെ ജുവലറിയും, അങ്ങനെ കർണാടക, മഹാരാഷ്ട്ര, ആന്ധ്ര, തമിഴ്നാട്, കേരളം, ഈ 5 സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളെയും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളെയും ഒക്കെ ചോദ്യം ചെയ്യാനുള്ള റെയ്ഡ് കഴിഞ്ഞാൽ വളരെ നിരനിരയായി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. നാളെ മുതൽ അത് ആരംഭിക്കുമെന്നാണ് അറിയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നാളത്തെ ആഴ്ച മുതൽ പുതിയ പുതിയ വാർത്തകൾ ശബരിമലയുടേത് വന്നുകൊണ്ടിരിക്കും. അതേസമയത്ത് തന്നെ SIT ഒന്ന് തളർന്നിട്ടുണ്ട്. 90 ദിവസത്തിനകത്ത് അവർക്ക് ഇത് കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നുമില്ല. അങ്ങനെ ആകുമ്പോൾ ഇപ്പോൾ ഫെബ്രുവരി 1 ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം, ഏറ്റവും പ്രധാന പ്രതി, 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം 90 ദിവസത്തിന്റെ ആനുകൂല്യം ഭാരതീയ ന്യായ സംഹിതയുടെയും ഇന്ത്യൻ, അതായത് പഴയ ഇന്ത്യൻ IPC, ഇന്ത്യൻ ക്രിമിനൽ, പിന്നെ CRPC ക്രിമിനൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചും IPC അനുസരിച്ച്, ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ചൊക്കെ ഉള്ള നിയമത്തിന്റെ പഴുതുകളിലൂടെ, അതായത് 90 ദിവസമായി കഴിഞ്ഞാൽ സ്വാഭാവിക ജാമ്യം കിട്ടും. ഒരാളെ പിടിച്ചാൽ, അറസ്റ്റ് ചെയ്താൽ, ജയിലിലിട്ടാൽ 90 ദിവസത്തിനകത്ത് അത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ സ്വാഭാവിക ജാമ്യം കിട്ടും. ആ സ്വാഭാവിക ജാമ്യത്തിന്റെ ഒരു ഗുണം എടുത്തുകൊണ്ട് 2 പേർ പുറത്തിറങ്ങി. മുരാരി ബാബു, സുധീറും പുറത്തിറങ്ങി. 3-ാമനായി ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽപ്പുണ്ട്. പിന്നെ തുടർച്ചയായിട്ട് പത്മകുമാർ വരെയുള്ള എല്ലാവരും ഉണ്ട്. N വാസു, അവസാനം അറസ്റ്റ് ചെയ്ത ശങ്കർദാസ് വരെ അതിലേക്ക് വരാം, കുറച്ചു കാലം കൂടെ കൊടുക്കാതിരുന്നാൽ. അപ്പൊ അതാണ് ഇതിന്റെ മറ്റൊരു പശ്ചാത്തലം. എന്തായാലും ശബരിമലയിൽ നടന്നിട്ടുള്ള പകൽക്കൊള്ളയ്ക്ക് വളരെ വലിയ തോതിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ കേരളത്തിലെ
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ തന്നെ 2 ക്ഷേത്രങ്ങളിലും ഇതുപോലത്തെ കൊള്ള നടന്നതായി, അത് പിന്നെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൊടിമരവും അതുമായി ബന്ധപ്പെട്ടതല്ല, അല്ലാതെയുള്ള കൊള്ള നടന്നതായി പറയുന്നു. അപ്പോൾ ചുരുക്കത്തിൽ ഇതൊരു വലിയ കൊള്ള സംഘമാണ് സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നത്. ആ കൊള്ള സംഘത്തിന്റെ ചരടുകൾ ദേവസ്വം ബോർഡിലുണ്ട്. അപ്പം ദേവസ്വം ബോർഡ് ഉടച്ചു വാർക്കുക എന്നുള്ള തന്നെയാണ് ഇതിലേറ്റവും കാർഡിനലായിട്ടുള്ള പോയിന്റ്. ആരൊക്കെ വന്നു, ആരൊക്കെ ഉണ്ട്, ആരൊക്കെ പങ്കുവച്ചു എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അത് കേസിന്റെ വഴിക്ക് പോകും. പക്ഷെ ദേവസ്വം ബോർഡിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരും ഈ ക്ഷേത്രങ്ങളിലിരിക്കുന്ന ആളുകളും തമ്മിലുള്ള ഒരു അവിഹിതമായ ബന്ധത്തിന്റെ ഭാഗമായി വലിയ തോതിലാണ് ഓരോ ക്ഷേത്രങ്ങളിലും കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സംബന്ധിച്ച് എല്ലാത്തെയും അടച്ചാക്ഷേപിക്കുകയോ കാടടച്ച് വെടിവെക്കുകയോ ചെയ്യുക അല്ല ചെയ്യുന്നത്. എന്നാലും എണ്ണത്തിൽ കുറവല്ല കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ മോഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനൊരു സുതാര്യത കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ കൃത്യമായിട്ടുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ പല ക്ഷേത്രങ്ങളിലും ക്യാമറയും മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതുപോലെ അതിനെയൊക്കെ വിപുലീകരിച്ച് ഈ പണം എണ്ണുന്നതും കൊണ്ടിടുന്നതും മാറ്റുന്നതും എല്ലാം ഒരു കെട്ട് നോട്ടോ ഒരു കെട്ട് കിഴിയോ എടുത്ത് മാറ്റിയാൽ അറിയാൻ പറ്റില്ല. അതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരുന്ന ഒരു സോഷ്യൽ ഓഡിറ്റോ ഒരു സ്പിരിച്വൽ ഓഡിറ്റ് നടക്കുമോ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതോടൊപ്പം ഇപ്പുറത്ത് ഇതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തി ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് പൊതുജനങ്ങൾക്ക് എങ്ങനെയാണ് പങ്കാളിത്തം കൊടുക്കുക എന്നുള്ളതും ഗൗരവമായി ആലോചിക്കണം. അഡ്വൈസറി കമ്മിറ്റിയോ അതുപോലെ, കാരണം സാധാരണ ഈ ഉത്സവ കമ്മിറ്റിയെ കൊടുക്കാറുണ്ട്. പക്ഷെ ഉത്സവ കമ്മിറ്റിക്ക് അപ്പുറമുള്ള കമ്മിറ്റികളോ അല്ലെങ്കിൽ അഡ്വൈസറി സംവിധാനത്തിലുള്ള കാര്യങ്ങളോ അതിൽ തന്ത്രിമാരും പോറ്റിമാരും മറ്റ് പൊതുജന ആളുകളും ഒക്കെ വരുന്ന രീതിയിലും ചിന്തിക്കാം. എന്തായാലും വലിയ തോതിൽ ഒരു മാറ്റം ആവശ്യം വേണ്ടിവരും. ഇവിടെ തീർച്ചയായിട്ടും ഈ ശബരിമല വിഷയത്തിൽ നാളെ മുതൽ EDയുടെ ഒരു താണ്ഡവം നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ SIT വീണ്ടും ആളുകളെ അറസ്റ്റ് ചെയ്യുവാനും കൂടുതൽ മൊഴിയെടുക്കുവാനുമുള്ള ശ്രമത്തിലാണ്. എന്തായാലും 100 ദിവസത്തോളമാകുന്നു ശബരിമല വിഷയം കത്തി നിൽക്കാൻ. ഒക്ടോബറിൽ തുടങ്ങിയതാണ്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക എന്ന്. പക്ഷേ ശബരിമലയിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴും അജ്ഞാതമായി നിൽക്കുന്ന ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അതിൻ്റെ തൊണ്ടി മുതൽ എവിടെയാണ്, അതേത് രൂപത്തിലാണ് പല സ്ഥലത്തേക്കും കടത്തിയിരിക്കുന്നത് എന്നുള്ളത് വളരെ കൃത്യമായി ഇനിയും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. അതും കൂടി കണ്ടുപിടിച്ചാൽ മാത്രമേ ശബരിമലയിലെ ഈ കാര്യങ്ങൾ പൂർത്തിയാവുകയുള്ളൂ. അപ്പോൾ ശബരിമല 18ാം പടി സ്വർണം പൂശിയത് ഉൾപ്പെടെ എന്തിനായിരുന്നു സ്വർണം പൂശിയത്? പടിപൂജയ്ക്ക് എന്ന് പറഞ്ഞു. എന്തിനായിരുന്നു? അതൊക്കെ അവിടെ ഉള്ളതാണോ സ്വർണം പൂശി? അതിന്റെ പുറത്തൂടെയല്ലേ ചവിട്ടിക്കയറി പോകുന്നത്? ഒരു ഭഗവാനെ കാണാൻ സ്വർണം പൂശിയ സ്ഥലത്തൂടെയൊക്കെ ചവിട്ടിക്കയറി പോകുന്നത് ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നു. അതിൻ്റെയൊക്കെ പ്രതിഫലനമാണോ എന്നറിയില്ല. ദേവന്റെ ചൈതന്യത്തിന് കോട്ടം വരികയോ ദേവന്റെ കോപം എന്ന പല രൂപത്തിൽ പറയാം. വിശ്വാസികളെ സംബന്ധിച്ച് ഇതിനകത്ത് പല ക്ലാസിഫിക്കേഷൻ എടുക്കാൻ പറ്റും, പല വർഗീകരണവും പറയാൻ പറ്റും. എന്തായാലും വളരെ കൃത്യമായി കാര്യങ്ങൾ നടക്കുന്നു എന്ന്, മോഷണം, കള്ളപ്പണവും പിന്നെ പകൽക്കൊള്ളയും നടക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമാണ്. എന്തായാലും അതിനൊരു മാറ്റം ഉണ്ടാകുമായിരിക്കാം നാളെ മുതൽ EDയുടെ ചോദ്യം. അതിനിടയിലാണ് CBIയുടെ കേസ് CBIക്ക് വിടണം എന്നുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ കേസും വരുന്നുണ്ട്, കോടതിയിൽ വരുന്നുണ്ട്, എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും വലിയ മാറ്റം ഉണ്ടാകും ആയിരിക്കും.